നമസ്കാരം, ഞാൻ ഉണ്ണിമായ കല്ലോ. ഇന്ന് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ്. ഡിജി ലോക്കർ ഇതെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മിസ്സായിപ്പോയ സർട്ടിഫിക്കറ്റൊക്കെ വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടാണ് വന്നത്. ഇത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അറിയാത്തവർക്കായിട്ട് വേണ്ടിയാണ്. അറിയാവുന്നവരും വീഡിയോ കാണുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ നമുക്ക് മിസ്സായി പോകുന്ന നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ എവിടെയെങ്കിലും മിസ്സായി പോകും, ഇല്ലെങ്കിൽ കീറിപ്പോവും, കത്തിപ്പോവും, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്ത് ഇനി യാതൊന്ന് പേടിക്കുക അങ്ങനെ ഒന്നും വേണ്ട. നമുക്ക് വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് റിക്കവർ ചെയ്ത് എടുക്കാം. അതാണ് പറയുന്നത്. അതിനായി നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ക്രോം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ സെർച്ച് കൊടുത്തിട്ട് ഡിജി ലോക്കർ എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ കൊടുക്കുക. അപ്പോൾ തന്നെ ഡിജി ലോക്കർ വരും. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ആ ലിങ്കിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തന്നെ ഒരു ഇൻ്റർഫേസ് ഓപ്പണായി വരും. ഇതാണ് ഡിജി ലോക്കർ. നമുക്ക് അതിൻ്റെ അകത്ത് സൈൻ ചെയ്തിട്ട് നമുക്ക് അത് സർട്ടിഫിക്കറ്റൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് സർട്ടിഫിക്കറ്റൊക്കെ നമുക്ക് എടുക്കാം. അതുപോലെ ഇൻഷുറൻസ്, ആധാറൊക്കെ നമുക്ക് മിസ്സായി പോയെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നമ്പർ അറിയെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇൻഷുറൻസ് അങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് വളരെ എളുപ്പത്തിൽ എടുക്കാം. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റിൻ്റെ അകത്ത് ഓൺലി കൊടുക്കുമ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെതും അവൈലബിൾ ആയിട്ട് വരും. ബർത്ത്, ഡെത്ത്, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, പ്രോപ്പർട്ടി സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, അങ്ങനെ ഒരുപാട്. അപ്പം നമ്മൾ എഡ്യൂക്കേഷനിൽ കൊടുക്കുമ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ്റേതായിട്ടുള്ള സർട്ടിഫിക്കറ്റൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ എഡ്യൂക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ കേരള സ്റ്റേറ്റ് വേണം നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ. അതിൻ്റെ അകത്ത് എഡ്യൂക്കേഷനിലത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എഡ്യൂക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഓളി കൊടുക്കുമ്പോഴേ നമുക്ക് കാണാം, എഡ്യൂക്കേഷനിൽ കൊടുക്കുമ്പോഴേ നമുക്ക് കാണാം. ഇപ്പോൾ 10th 12th എനിക്ക് 12th എനിക്ക് എൻ്റെ കയ്യിൽ മിസ്സായിപ്പോയി. അപ്പോൾ ഞാൻ റിക്കവർ ചെയ്ത് എടുത്തത് ഇതിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫോൺ നമ്പരും അതുപോലെ തന്നെ അതിൽ വരുന്ന OTP നമ്മൾ ടൈപ്പ് ചെയ്ത് ഒരു പിൻ നമ്പറും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ കയറി ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇതോർത്ത് യാതൊരു പേടിയൊന്നും വേണ്ട. നമ്മൾ മിസ്സായി പോയി നിന്നു. നമ്മൾ രജിസ്റ്റർ നമ്പർ അറിയാമെങ്കിൽ നമുക്ക് യാതൊന്നും പേടിക്കണം. രജിസ്റ്റർ നമ്പർ നമ്മൾ എക്സാമിൻ്റെ ഇയറും അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്കൊരു യൂസർ നെയിമൊക്കെ കൊടുത്ത് നമുക്ക് സെറ്റാക്കി നമുക്ക് സൈനപ്പ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ എൻ്റെ പേരാണ് കൊടുക്കുന്നത്, ഉണ്ണിമായ AB എന്ന് ഞാൻ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സൈൻ ആയിട്ടുണ്ട്. ഓൾറെഡി ഞാൻ സൈനപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് വരുന്നത്. ഡിജി ലോക്കറിൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് നെറ്റ് ഇഷ്യൂൻ്റെ പ്രശ്നങ്ങളുണ്ട്, ലൈറ്റായിട്ട് വരും. അപ്പം നമുക്ക് ഓൾറെഡി തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ആധാർ, അതുപോലെ തന്നെ 10th 12th ഞാൻ ഓൾറെഡി 12th എടുത്ത് വെച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ 12th കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മൾ എക്സാമിൻ്റെ ഇയർ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് നമുക്ക് ഫയലായിട്ട് വരും. ഞാൻ ഓൾറെഡി എടുത്തുകൊണ്ട് തന്നെ ഫയൽ അതുപോലെ വന്ന് കിടപ്പുണ്ട്. എൻ്റെ 12th മാർക്ക്ഷീറ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. എല്ലാ സർട്ടിഫിക്കറ്റും നമുക്ക് അവൈലബിൾ ആണ്. അല്ലാതെ നമുക്ക് ഓൺലൈനിൽ പോയി വെറുതെ കിടന്ന് ടൈം കളയേണ്ട, പൈസ കൊടുക്കണ്ട. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും സർട്ടിഫിക്കറ്റൊക്കെ മിസ്സായി പോയാൽ പേടിക്കുകയൊന്നും വേണ്ട. നമുക്ക് അതിൻ്റെ നമ്പർ അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റൊക്കെ ഡൗൺലോഡാക്കി നമുക്ക് എടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമ്മൾ എവിടെയെങ്കിലും ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ നമുക്ക് മിസ്സായി പോകും, നമ്മൾ എടുക്കാൻ മറന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തായാലും തിരിച്ച് വീട്ടിൽ വരാനും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ ഓപ്പൺ ചെയ്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡാക്കി എടുത്ത് നമുക്ക് കോപ്പി എടുത്ത് നമുക്ക് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ എന്തായാലും വിശ്വസിക്കുന്നു മാത്രമല്ല, ഇതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് തന്നെയാണ്. കാരണം ഞാനത് ആദ്യം എടുത്തപ്പോൾ ഫേക്കാണ്, കിട്ടത്തില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല, ഇത് റിയലായിട്ടുള്ളതാണ്. ഞാൻ ഗ്യാരണ്ടി, വേറെ ആരും ഗ്യാരണ്ടി അല്ലെങ്കിലും ഞാൻ ഗ്യാരണ്ടി, എനിക്ക് കിട്ടി. അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്ത് അത് സക്സസ് ആയെങ്കിലല്ലേ എനിക്ക് മറ്റുള്ളവർക്ക് പറയാൻ പറ്റുക. അപ്പോൾ എനിക്ക് സക്സസ് ആയിട്ടുള്ളതാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അല്ലാതെ ഫേക്കായിട്ടുള്ളതൊന്നും ഞാൻ വീഡിയോസ് ചെയ്യാറേ ഇല്ല. കാരണം എനിക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് ഇല്ല. ഫേക്കായിട്ടുള്ള നമ്മൾ പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ.
അത് ചെയ്യുന്ന തെറ്റില്ലേ? അപ്പോൾ എനിക്ക് റിയലായിട്ട് തോന്നുന്നത് മാത്രമാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ എനിക്ക് റിയലായിട്ട് തോന്നിയതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എന്തായാലും ഞാൻ ലിങ്കൊന്നും കൊടുക്കുന്നില്ല, കാരണം നമുക്ക് ക്രോമിക്കയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സൈനപ്പ് കൊടുത്തെടുക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് ലിങ്കിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വീഡിയോ ഉണ്ട് നേരെ പോയി നിങ്ങൾക്ക് ക്രോമിൽ ചെന്നാൽ ഫയൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡൗൺലോഡാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഇത് സേവ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു. എൻ്റെ വീഡിയോസ് കാണുന്നെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറും അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ടും. ഓക്കെ, താങ്ക് യു.